എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ഉഷാറായി പോകുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നോമ്പ് തുറക്കുന്നതിനെ കുറിച്ച് പ്രവാചകന്റെ ഒരു വചനം എങ്ങനെയാണ്? നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്നിടത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കും. അതായത് നോമ്പ് തുറക്കാനുള്ള സമയമായി എന്ന് ഉറപ്പായാൽ പിന്നെ വെറുതെ അത് വൈകിപ്പിക്കരുത് എന്ന് സാരം. പക്ഷേ എല്ലാ കാര്യത്തിലും ഈ ധൃതി ആവശ്യമാണോ എന്നതാണ് നാം ഇന്ന് ആലോചിക്കുന്നത്. ധൃതി പിശാചിൽ നിന്നുള്ളതാണെന്ന് പ്രവാചകൻ പറഞ്ഞതായി മറ്റൊരിടത്ത് കാണാം. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല. സ്വതവേയുള്ള ധൃതിയെക്കുറിച്ചാണ് ഈ വാചകം എന്ന് വ്യക്തം. ധൃതി കൂട്ടുന്നവനായിട്ടാണ് മനുഷ്യനെ ദൈവം വിലയിരുത്തുന്നത്. ഒരു സംഭവം സൂചിപ്പിക്കാം. ഇസ്ലാം സ്വീകരിക്കാനുള്ള ആഗ്രഹവുമായി 20 പേരുടെ ഒരു സംഘം മദീനയിലേക്ക് വരുന്നു. അഷജ് അബ്ദുൽ ഖൈസ് എന്ന ആളാണ് നേതാവ്. മദീനയിലെത്തി നബിയെ കണ്ടതോടെ അവർക്ക് ആവേശം കൂടി. വാഹനങ്ങളിൽ നിന്നും ചാടി ഇറങ്ങി പ്രവാചകന്റെ അടുത്തെത്തി കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും ഒക്കെ തുടങ്ങി. എന്നാൽ സംഘത്തലവൻ അബ്ദുൽ ഖൈസ് സാവകാശം വസ്ത്രമൊക്കെ മാറി പ്രവാചകന്റെ അടുത്തേക്ക് വന്നു ആദരവ് അർപ്പിച്ചു. എല്ലാവരെയും സ്വീകരിച്ച് സമ്മാനങ്ങൾ നൽകിയ പ്രവാചകൻ അബ്ദുൽ ഖൈസിന് കുറച്ചധികം നൽകിയിട്ട് പറഞ്ഞു, താങ്കളിൽ 2 സ്വഭാവങ്ങളുണ്ട്. അവ രണ്ടും അള്ളാഹുവിന് ഇഷ്ടമാണ്: ക്ഷമയും അവധാനതയും. എല്ലാവർക്കും സമ്മാനമുള്ളപ്പോഴും കൂടുതൽ വിലപ്പെട്ട സമ്മാനങ്ങളുള്ളത് ഈ ഗുണങ്ങളുള്ളവർക്കാണ് എന്നും വ്യക്തം. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ജീവിക്കാനുള്ള ഓട്ടത്തിലാണ് എന്നാണ് എല്ലാവരും പറയുക. പക്ഷെ എപ്പോഴാണ് ഓട്ടം നിർത്തി ജീവിക്കുക എന്നാലോചിക്കൂ. ഓട്ടത്തിൽ കൂടെ ഉണ്ടാവുക ആശങ്കയും സമ്മർദ്ദങ്ങളുമായിരിക്കും. ചിത്രശലഭമാവാൻ കാത്തിരിക്കുന്ന പ്യൂപ്പ കാണിച്ച് ടീച്ചർ കുട്ടിയോട് പറഞ്ഞത് അത് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരും, കാത്തിരിക്കണം എന്നാണ്. പ്യൂപ്പയുടെ കവചം പൊളിച്ച് പുറത്തു വരാനുള്ള ശലഭത്തിൻ്റെ പ്രയാസം കണ്ടപ്പോൾ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. അവൻ അതിന് അല്പം സഹായം ചെയ്തു. ആ കവചം പൊളിച്ചു കൊടുത്തു. ചിത്രശലഭം പുറത്തു വന്നു, ഒന്ന് ഉയർന്നു, താഴെ വീണു, നിശ്ചലമായി. കുട്ടിക്ക് സങ്കടമായി. പ്യൂപ്പ ചിത്രശലഭമാവാനുള്ള പ്രയാസങ്ങളാണ് അതിനെ പറക്കാൻ സഹായിക്കുന്നത്. പ്യൂപ്പയുടെ മാർദ്ദവമേറിയ പാർശ്വഭാഗം അടർത്തി ആദ്യം തലഭാഗവും പിന്നെ മധ്യഭാഗവും ചിറകുകളും ഒടുവിൽ ഉദരവും എന്ന ക്രമത്തിൽ പുറത്തു വരും. അപ്പോൾ അവയുടെ ചിറകുകൾ ചുരുട്ടിക്കൂട്ടപ്പെട്ട രീതിയിലാണ് ഉണ്ടാവുക. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവ നിവരുകയും ശലഭം പറക്കുകയും ചെയ്യും. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഒരു തിരക്കിൽ നിന്നും അടുത്ത തിരക്കിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ഒരല്പം നിൽക്കുക. ജീവിതം എന്നത് വേറെ വരാനുള്ള എന്തോ ഒന്നിൻ്റെ പേരല്ല. സമാധാനത്തോടെ പതിയെ പോകുമ്പോൾ തെറ്റുകൾ കുറയും. ദൈവത്തോടാകട്ടെ മനുഷ്യനോടാവട്ടെ കടപ്പാടുകൾ ചെയ്തു തീർക്കാനുള്ള ഒരു സംഗതിയല്ല, ആസ്വദിച്ച് മനസ്സറിഞ്ഞ് അനുഭവിക്കാനുള്ളതാണ്. നന്ദി.